പ്രിയരെ, ഡയറി മേഖലയിലേക്ക് കാൽവെപ്പ് നടത്താനായി ധാരാളം പേര് ശ്രമിക്കുന്നുള്ളതായി എനിക്കറിയാം. എൻ്റെ ഈ സീരീസ് ഓഫ് വീഡിയോ കണ്ടതിന് ശേഷം എന്നെ ധാരാളം പേര് വിളിക്കാറുണ്ട്. അതിൽ വിജയം വരിച്ചവരുണ്ട്, വിജയം വരിക്കാനാകാത്തവരുണ്ട്. കുറേ കാലമായി നടത്തിക്കൊണ്ടു പോകുന്നു, പക്ഷേ വലിയ വിജയങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പല ആൾക്കാർ, അതുപോലെ ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് പുതുതായി കടന്നു വരാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. ഇതിൽ ധാരാളം ചതിക്കുഴികളുണ്ട്. പശുവിനെ വാങ്ങിക്കുന്ന സമയം മുതൽ എല്ലാ കാര്യങ്ങളിലും ധാരാളം ചതിക്കുഴികളിൽപ്പെട്ടേക്കാം. വലിയ വലിയ കമ്പനികളുടെ വാഗ്ദാനങ്ങളുണ്ടാകും. ഫണ്ടമെൻ്റലി നമുക്ക് ഇക്കാര്യത്തെക്കുറിച്ചൊരു ധാരണയില്ല, അറിവില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത്. ഒന്ന്, അതിൻ്റെ വെറ്റിനറി ആസ്പെക്റ്റ്, ഒരു ലൈഫ് സ്റ്റോക്കിനെയാണ് നമ്മൾ പറഞ്ഞതിൻ്റെ വെറ്റിനറി ആസ്പെക്റ്റ്. രണ്ട്, മാനേജ്മെൻറ്റ് ആസ്പെക്റ്റ്. ഏതൊരു ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോഴും അതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് ആംഗിൾ നമുക്ക് കാണാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് പരാജയപ്പെടും, നമുക്ക് പ്രതീക്ഷിക്കുന്ന വിജയം നേടാൻ ആകില്ല. അപ്പോൾ നല്ലതുപോലെ പഠിച്ച് ഇറങ്ങുക എന്നതാണ് ഇതിൽ വിജയിക്കാനുള്ള ഏകമാർഗം. ഞാൻ ഇതിൻ്റെ എല്ലാ ഘട്ടത്തിലൂടെയും, ആദ്യം 2001 പശുവിനെ വളർത്തി തുടങ്ങിയത് എൻ്റെ വീട്ടിൽ ആണ്. 10 പശുക്കൾ വരെയായി. വളരെ അൺപ്രൊഫഷണലായിട്ടാണ് പശുവിനെ വളർത്തിയത്. എനിക്കതിനെക്കുറിച്ചൊരു ധാരണയും ഉണ്ടായില്ല. അത് കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ എനിക്കത് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നീട് ഞാൻ 2013 എൻ്റെ കോളേജിൽ ഞാൻ കുറച്ച് പശുക്കളെ വളർത്തി. ഇപ്പോൾ 2017 ഈ ഒരു ലെവലിലേക്ക് സെറ്റപ്പിൽ ഞാൻ തുടങ്ങിയത്. ഇവിടെയും ധാരാളം പരാജയങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ കൃത്യമായി പറയുകയാണെങ്കിൽ 2022 മധ്യത്തിന് ശേഷമാണ് ഞാൻ ഇതിനകത്ത് മനസ്സ് പൂർണ്ണമായി അർപ്പിച്ചിറങ്ങിയത്. ഇതിൻ്റെ എല്ലാ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇറങ്ങിയത്. നമുക്കിത് പഠിക്കാമല്ലോ, എന്ത് പഠിക്കാമല്ലോ. അങ്ങനെ ശാസ്ത്രീയമായിട്ട് ഇതിനെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാം എന്നാലോചിച്ച് മുൻപോട്ട് പോയപ്പോൾ ഇപ്പോൾ എൻ്റെ ഫാമിൽ ഓപ്പറേഷണൽ ലാഭം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പല വീഡിയോയിൽ സൂചിപ്പിച്ചു. ഏതാണ്ട് 20 ലിറ്ററിനോട് അടുപ്പിച്ച് ഇപ്പോൾ ഇവിടെ ആവറേജ് മിൽക്ക് പ്രൊഡക്ഷനുണ്ട്. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് സാധ്യമായ കാര്യമല്ല. ഈ 20 ലിറ്റർ അല്ലെങ്കിൽ 18.5 ലിറ്റർ പ്ലസ് എന്നത് ത്രൂ ഔട്ട് ദ ഇയർ നിലനിർത്തുക, വർഷം മുഴുവൻ നിലനിർത്തുക എന്നുള്ളതൊരു ചലഞ്ചാണ്. അതിന് നമ്മൾ പശുക്കൾ മാത്രമുണ്ടായാൽ പോരാ, അതിൻ്റെ മാനേജ്മെൻറ്റ്, ഓവറോൾ മാനേജ്മെൻറ്റും ശരിയാക്കണം. ഇത് ശരിയാക്കാനായി, ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായി ഒരാൾ തുടക്കക്കാരന് ഒരിക്കലും ചുവട് പിഴച്ചുകൂടാ. അവരെയും കൂടെ സഹായിക്കാനായിട്ട് ഞാൻ ഒരു പുതിയൊരു കോഴ്സ് ആരംഭിക്കുന്നു. ഒരു ത്രിദിന കോഴ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ബാച്ച് ജാനുവരി മാസം 17-ാം തീയതി, 17, 18, 19 തീയതികളായിട്ട് നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് വെറുതെ ഇവിടെ വന്നൊരു തിയറി ക്ലാസ് മാത്രമാകില്ല. ഇതിനകത്ത് ഒരു ഡോക്യുമെൻറ്റേഷൻ എന്താണ്, എന്തൊക്കെ ഡേറ്റയാണ് കീപ്പ് ചെയ്യേണ്ടത്, കാഫ് മാനേജ്മെൻറ്റ് എങ്ങനെ, ഹേഫർ മാനേജ്മെൻറ്റ് എങ്ങനെ, ക്ലോസപ്പ് മാനേജ്മെൻറ്റ് എങ്ങനെ, മിൽക്കിംഗ് പ്രോട്ടോക്കോൾസ് എന്തൊക്കെയാണ്, എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്, എന്തൊക്കെ വാക്സിനേഷൻസാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, ക്ലീനിങ് പ്രോട്ടോക്കോൾസ് എന്തൊക്കെയാണ്, ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്നത് എന്താണ്, നമ്മളുടെ സാധ്യതകൾ എന്താണ്, ഇതെല്ലാം തന്നെ കവർ ചെയ്യും. അതുപോലെ തന്നെ ഹാൻഡ്സ് ഓൺ ആയിട്ട് നിങ്ങൾ നേരിട്ട് നിങ്ങളെക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കും. ഇതെല്ലാം തന്നെ കവർ ചെയ്തുകൊണ്ടുള്ളൊരു പ്രോഗ്രാമായിരിക്കും. വളരെ രസകരമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ തീർത്തും ഉപയോഗപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരു ബാച്ചിൽ 10 പേരെ മാത്രമേ ഞാൻ ഒരു സമയത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ, മാക്സിമം 10 പേര്. അതിന് താല്പര്യരായിട്ടുള്ളവർ ഞാൻ ഈ തന്നേക്കുന്ന ഫോൺ നമ്പറിൽ എന്നെ വാട്സാപ്പ് വഴി ബന്ധപ്പെടുക. ഞാൻ നിങ്ങൾക്ക് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് താമസ സൗകര്യമുണ്ടാകും, ഭക്ഷണമുണ്ടാകും, അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. ഒരു ഫാഷൻ ബിസിനസ് പോലെ വരുന്നവർ, ഒരു ലൈഫ് സ്റ്റൈൽ ബിസിനസ് പോലെ വരുന്നവർ വരേണ്ടതില്ല. എന്നാൽ ഇതൊരു സീരിയസ് പ്രോഗ്രാമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ ഇതിനകത്ത്
ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പരാജയങ്ങൾ ഉണ്ടായിക്കൂടാ. അങ്ങനെയുള്ളവർ മാത്രം വന്നാൽ മതി. അങ്ങനെ ജോയിൻ ചെയ്യുന്നവർക്ക് ഞാൻ 1 വർഷം ഓവർ ദ ഫോൺ അവർക്ക് ഒരു കൈൻഡ് ഓഫ് എ കൺസൾട്ടൻസി നൽകും. ഈ കോഴ്സിൽ ചില വിദഗ്ധരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെയും കൂടെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാൻ പറ്റും. ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ പഞ്ചാബിലെ ക്ഷീരകർഷകർ വൻ വിജയങ്ങൾ ഉണ്ടാക്കിയതുപോലെ നമുക്കും ഒരു വൻ വിജയമുണ്ടാക്കാം. 1 വർഷം കൊണ്ടല്ല, 2 വർഷം കൊണ്ടല്ല, നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ ഒരു 10 വർഷം കൊണ്ട് നമുക്കും പഞ്ചാബ് ഫാമേഴ്സ് ഉണ്ടാക്കിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാകട്ടെ. ദീർഘവീക്ഷണത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഈ സംരംഭം, ഈ ഉദ്യമം നമുക്കേവർക്കും വിജയമുണ്ടാക്കുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ പിൻവാങ്ങുന്നു. നല്ലത് വരട്ടെ. മേ ഗോഡ് ബ്ലെസ്.